തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിട്ടുള്ള കരമന ജയനെ അനുഗ്രഹിക്കാൻ അങ്ങ് യു.പിയിൽ നിന്ന് വന്ന ഒരു സന്യാസിയുടെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കാശിയിലൊക്കെ താമസിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. തുണി ഉടുക്കാതെ കാറും പിടിച്ച് ഒരു സ്ഥാനാർത്ഥിയെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്നതിൻ്റെ ദൃശ്യം ഒന്ന് നോക്കണേ. സന്യാസിമാരാണെങ്കിൽ യാത്ര ചെയ്യാൻ കാറ് വേണം, AC വേണം, എന്നിട്ട് ഫാൻസി ഡ്രസ്സ് പോലെ വേഷം കെട്ടി വന്നിട്ട് അനുഗ്രഹം കൊടുക്കാൻ അങ്ങ് യു.പിയിൽ നിന്ന് യോഗി അയച്ചതാണെന്ന് റിപ്പോർട്ടർ ചാനലിലെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയുന്നത് കേട്ടു. എന്തെല്ലാം കേൾക്കണം. കുറേ സ്വാമിമാരുണ്ട്, നമ്മുടെ കുറേ പേരുണ്ട്, രുദ്രാക്ഷമുണ്ട്, ആശീർവദിക്കൊക്കെ ഉണ്ട്. കാശിന്ന് വരെയാണ് ഇവിടുത്തെ കരമന ജയനെ, അതായത് തിരുവനന്തപുരത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ ആശീർവദിക്കാൻ വന്നതാണ്. വേറെ എന്തൊക്കെയോ നമ്മുടെ ഗോകുല് ഇവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താ ഗോകുല് ഇവർ പറയുന്നത്? അല്ല, യു.പിയിൽ നിന്ന് വന്നതാണ്. എന്തായാലും ഇവിടുത്തെ ബി.ജെ.പി. നേതാക്കളെ കാണണമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ബി.ജെ.പിക്ക് ജയം നേടാൻ വേണ്ടി യു.പി. മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടതാണെന്നാണ് പറയുന്നത്. യോഗിയുടെ ആളാണ് പറഞ്ഞത് അല്ലേ? आप कहाँ से? उत्तर प्रदेश। आशीर्वाद लेने के लिए आशीर्वाद देने के लिए बीजेपी को बहुत वोटों से जीत होगा बीजेपी का। इधर बीजेपी को नई सीट्स जस्ट टाइम सीट हो जाएगा। हाँ, सन 2026 अपनी बीजेपी रहेगी. ഇത്തവണ എന്തായാലും ബി.ജെ.പിക്ക് സീറ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാക്കുന്നു, അല്ലെങ്കിൽ പറയുന്നുണ്ട്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്ന ഈ ഡ്രസ്സൊന്നുമില്ലാത്ത സ്വാമിമാരില്ലേ, അങ്ങനത്തെ ഒരു സ്വാമിയാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുന്നത്. അഘോരി. ഇവർ ബാക്കിലിരിക്കുന്നവർ വസ്ത്രമൊക്കെ ഉണ്ട്, പക്ഷേ ഫ്രണ്ടിലിരിക്കുന്ന സ്വാമിക്ക് വസ്ത്രങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു സ്വാമിയാണ്. എന്തായാലും നമ്മൾ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ കരമന ജയന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ വന്ന് ഇവിടുത്തെ ആൾക്കാരെ കണ്ടിട്ട് ഒരു നാണം പോലും തോന്നുന്നില്ലെന്നാണ് കാര്യം. ഇവിടെ എല്ലാ മനുഷ്യരും വസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ ആ നാട്ടിൽ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യർ, അതായത് കാർ ഡ്രൈവർ ഉൾപ്പെടെ ഉള്ളവരെല്ലാം നല്ലപോലെ വേഷം ധരിച്ചിരിക്കുമ്പോൾ തുണി ഉടുക്കാതെ അതിന്റെ തൊട്ടടുത്ത് AC ഇട്ടിരിക്കാനുള്ള ആ തൊലിക്കെട്ടി സമ്മതിച്ചു കൊടുത്തേ മതിയാവും. സംഘികളുടെ ചില ദൈവസങ്കല്പങ്ങൾ കാണുമ്പോൾ ഹിന്ദു എന്ന നിലയ്ക്ക് നാണം തോന്നിപ്പോകുന്നുണ്ട്. കണ്ടില്ലേ, കുളിക്കുകയില്ല നനയ്ക്കയില്ലാത്ത ടീമുകൾ അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി യു.പിയിൽ നിന്ന് വണ്ടിയും പിടിച്ച് വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടടുത്ത് അതല്ല, അത്ഭുത സിദ്ധിയിലൂടെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് ഈ അനുഗ്രഹം കിട്ടിയിട്ട് ജയിക്കുമെന്നാണ്? ഒരിക്കലും ജയിക്കില്ല.